സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം, അല്ല നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് വിഷയത്തെ പറ്റി പറയാനാണ്. എന്താണ് വയനാട് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ തുടരെയായിട്ട് കണ്ടിന്യൂസ്ലി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അല്ലേ. അതായത് വയനാട്ടിലെ വയനാട് ടൗൺഷിപ്പിലുണ്ടായിരുന്ന വിള്ളലുകൾ, ആ ഒരു കാര്യത്തെ ചുറ്റിപ്പറ്റിയുള്ള സംഭവ വികാസങ്ങൾ, അതിനെതിരെ പല ആളുകളുടെയും പ്രതികരണങ്ങൾ, അതിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പ്രതികരിക്കുന്ന ആളുകൾ, അതിൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അതിൽ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളെ ഇന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഞാൻ കണ്ട പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേൽക്കൂരയ്ക്ക് വിള്ളലില്ല, അനിയനെ മുൻനിർത്തി കോൺഗ്രസ് നടത്തിയ രാഷ്ട്രീയ നാടകം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് സമകാലിക മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ ഷൗക്കത്ത്. അതായത് ഈ നൗഫലിന്റെ ബ്രദറായിട്ടുള്ള ഷൗക്കത്ത് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അയാൾ പറഞ്ഞത് മേൽക്കൂരയ്ക്ക് ഒരു വിള്ളലുമില്ല, കോൺഗ്രസ് എൻ്റെ അനിയനെ മുൻനിർത്തിക്കൊണ്ട് കളിച്ച വൃത്തികെട്ട കളിയാണെന്നുള്ളതാണ് അയാൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം നൗഫൽ തന്നെ ഈ ഒരു കാര്യം പറയുന്നതായിട്ട് നമ്മൾ കേട്ടല്ലേ. അതായത് എനിക്ക് UDF 100 വീടുകൾ വെച്ച് തരാമെന്ന്, എനിക്കല്ല, UDF 100 വീടുകൾ വെച്ച് നൽകാമെന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ UDF 100 വീടുകൾ വെച്ച് നൽകിയാലും ആ 100 വീടുകളും സ്വീകരിക്കാൻ കേരളത്തിൽ ആളുകൾ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് UDFന്റെ വീട് വേണ്ട. എനിക്ക് ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാർ തരുന്ന ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എടുത്തു തരുന്ന ആ ഒരു വീട്ടിൽ താമസിക്കാനാണ് എനിക്കിഷ്ടം. എനിക്ക് ആ വീട് മതിയെന്നാണ് നൗഫൽ പറഞ്ഞത്. അതായത് വീട്ടിൽ വിള്ളലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മെഴുകിയ, ആ വീടിന്റെ വിള്ളൽ വന്ന് മായ്ക്കാൻ വന്ന റവന്യൂ മന്ത്രിയുള്ള രാജനെ കൂലിപ്പണിക്കാരനെന്നും കിളിപോയ മന്ത്രിയെന്നും ഒക്കെ വിശേഷിപ്പിച്ച നൗഫൽ ഇപ്പോൾ വന്നിട്ട് പറയുന്നത് എനിക്ക് ആ വീട് മാത്രം മതിയേ, ഇത്രയും സൗകര്യങ്ങളോട് കൂടി വേറൊരു വീട് എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് അയാൾ ആ രീതിയിൽ കാര്യങ്ങൾ വന്നിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അയാളുടെ സഹോദരൻ തന്നെ വന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങൾ എങ്ങനെയാണ് പോയതെന്നും എന്താണ് പോയതെന്നും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇതിലൊരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അതായത് കൈരളി ന്യൂസ് പങ്കുവച്ചിരിക്കുന്ന കാര്യമാണ്. ഇന്നലെ ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിച്ചു. ആ വീഡിയോയിൽ പറഞ്ഞതും അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആ വീഡിയോയിൽ രാജൻ എന്ന് പറയുന്ന മന്ത്രി വന്നിരുന്നു പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ചില പോസ്റ്റുകൾ ഞാൻ നിങ്ങളിന്ന് കാണിക്കാം, അല്ല ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ മണമുണ്ട് ടൗൺഷിപ്പിലെ ഓരോ വീടിന്റെയും ഇഷ്ടികയിൽ. ആക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ ആർത്തിച്ചിരിക്കുന്നവർക്ക് ഒരു കക്കൂസെങ്കിലും നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജൻ എന്ന് പറയുന്ന മന്ത്രി ആ ഒരു പരാമർശവുമായിട്ട് വന്നിരിക്കുന്നത്. അതായത് നമ്മളും ആ സമയത്ത് ചോദിച്ചാണ്, ഒരു കക്കൂസിന്റെ തറക്കല്ലിടാൻ പോലും, അല്ലെ കക്കൂസ് തറക്കല്ലല്ല, തറക്കല്ല് ഇവരുടെ മെയിനാണ്, തറക്കല്ല് പലയിടങ്ങളിലും ഇടുന്നുണ്ട്, എന്നാൽ ആ തറക്കല്ലിട്ട സ്ഥലങ്ങളിൽ എന്തെങ്കിലും പണിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കാട് പിടിച്ച് കിടക്കുന്നതല്ലാതെ ഒരു കോപ്പും ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് രീതിയിൽ ഒരുപാട് സൈബർ അധിക്ഷേപങ്ങൾ ഈ രാജൻ എന്ന് പറയുന്ന മന്ത്രി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മൻ അടക്കമുള്ള വൃത്തികെട്ടവന്മാരുടെ കളികാക്കലുകൾ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഒന്നിലും അദ്ദേഹത്തിനെ വലിച്ചിടാനായിട്ടോ അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക വിഷമം ഉണ്ടാക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. ഇതിന്റെ എല്ലാം തുടക്കം എവിടെയെന്നാണ്? ഇതിന്റെ എല്ലാം തുടക്കവും ഒടുക്കവും ഒരിടത്ത് നിന്ന് തന്നെയാണ്. അതായത് ഈ പറയുന്ന കൊങ്ങികളുടെ ഇടയിൽ നിന്നാണ്. കൊങ്ങികളുടെ പുത്രിയായിട്ടുള്ള സ്മൃതീഷൻ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു കൊണ്ട് സ്മൃതി പരുത്തിക്കുരു എന്ന് പറയുന്ന ആ ഒരു വൃത്തികെട്ട അവതാരിക ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു കൊണ്ട് മെഴുകിയതോടുകൂടിയാണ് ഈ സംഭവങ്ങൾ, അല്ലെങ്കിൽ ആ മെഴുകലുകളിൽ കൂടിയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. അങ്ങനെ ഉണ്ടായിട്ട് ഇപ്പോൾ അവസാനം ചെന്ന് നിൽക്കുന്നത് സ്മൃതീഷിന്റെ അടുത്ത് തന്നെയാണ്. എന്നാൽ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു കൊണ്ട് അഹോരാത്രം പണിയെടുക്കുന്ന, അല്ലെങ്കിൽ വായ്ത്താളം വിടുന്ന ആളുകൾക്ക് അവരുടെ ലൈഫിന് ഇതൊന്നും ബാധിക്കില്ല. ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്നിരുന്ന ആ ഒരു മന്ത്രി, അല്ലെങ്കിൽ രാജൻ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യന് മാത്രമേ ഇതൊക്കെ ബാധിക്കുകയുള്ളൂ. കാരണം അയാൾ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ആ ജനങ്ങൾക്കൊപ്പം അവരുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നത്. അതുകൊണ്ട് തന്നെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒന്നുമല്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് വയനാട്ടിലെ ജനങ്ങൾ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജനങ്ങളും അദ്ദേഹത്തിനോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. കാരണം രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ, ജാതി നോക്കാതെ, മനുഷ്യന്റെ നിറമോ വർണ്ണമോ ഒന്നും നോക്കാതെ എല്ലാ കാര്യങ്ങൾക്കും ഏത് രാത്രിയിലും ഏത് പകലിലും അവർ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്തേക്ക് ഓടിയെത്തിയിരുന്ന ഒരു മനുഷ്യനാണ് രാജൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിനെ പറ്റിയുള്ള പല വീഡിയോകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ ചില വീഡിയോസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അദ്ദേഹത്തിന്റെ ആ ഒരു ടൗൺഷിപ്പിന്റെ ഇനോഗ്രേഷൻ സമയത്ത് സിദ്ദിഖ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു മന്ത്രിയുണ്ട് അല്ലേ, അയാള് ഈ പറയുന്ന ഈ സംഭവ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ, വയനാട് ടൗൺഷിപ്പിന്റെ ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് ചെല്ലുമ്പോൾ ജനങ്ങൾ കൂവി വിളിച്ചാണ് അവനെ ഓടിച്ചത്. കാരണം ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോപ്പും ചെയ്തു കൊടുക്കാനായിട്ട് കഴിവില്ലാത്തതും, ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോപ്പും ചെയ്തു കൊടുത്തിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു മന്ത്രിയായിരുന്നു അയാൾ, ഒരു MLA ആയിരുന്നു അയാൾ. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾ കൂവി വിളിച്ചു. അപ്പോൾ VD സതീശൻ അടക്കമുള്ള ആളുകൾ രംഗത്തേക്ക് വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്: ഇങ്ങനെ ഒരു ജനപ്രതിനിധിയെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു തന്നൊരു ജനപ്രതിനിധിയെ പറ്റി മോശമായിട്ട് ഇങ്ങനെ പറയുന്നതൊക്കെ വൃത്തികേടാണ്. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? അയാൾ നല്ലതല്ലേ ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് പറയുന്നത്. അറ്റ് ദി സെയിം ടൈം ആ സെയിം ഏരിയയിൽ ഈ പറയുന്ന രാജൻ എന്ന് പറയുന്ന മന്ത്രി എന്നപ്പോൾ അവിടെ ഉണ്ടായ കാര്യം എന്താണ്?
അദ്ദേഹത്തിനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് വാരിപ്പുണരുന്ന അമ്മമാർ, ചേച്ചിമാർ, ചേട്ടന്മാർ, എത്രയോ ആളുകളാണ് വരുന്നത്. അതെല്ലാം എന്തുകൊണ്ടാണ്? അത് ആ മക്കളെ നഷ്ടപ്പെട്ട 3 മക്കളെ ആ അപകടത്തിൽ നഷ്ടപ്പെട്ട ആ ഒരു അമ്മ പറയുന്ന കാര്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ? നമ്മളെ ചേർത്ത് പിടിക്കുന്നവരെയല്ലേ നമ്മൾ കൂടെ നിർത്തേണ്ടത്. അല്ലാതെ നമ്മളെ പറ്റി അപരാധവും അപവാദവും പറയുന്ന ആളുകളെ അല്ലല്ലോ എന്നുള്ള രീതിയിൽ ആ അമ്മ പറയുന്നുണ്ട്. വളരെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വയനാട്ടിലെ അത്രയും ജനങ്ങൾ ഈ പറയുന്ന കെ രാജൻ എന്ന് പറയുന്ന മന്ത്രിയുടെ ഇടതുപക്ഷത്തിന്റെ ഒപ്പം നിൽക്കുന്നത്. അതിനിടയിൽ ഒന്നോ രണ്ടോ ഇത്തിൽ കണ്ണികൾ വരും. അതെല്ലായിടത്തും ഉണ്ടാവുമല്ലേ. എല്ലാ ഒരു കപ്പലണ്ടിയിലും ഒരു പേട്ടണ്ടി കാണുമെന്നൊക്കെ പറയുന്ന പോലെ എല്ലായിടത്തും കാണും. അപ്പൊ ഇതില് കെ രാജൻ മന്ത്രി പറയുന്ന ഒരു കാര്യം കൂടിയാണ്, കുറച്ച് കാര്യങ്ങൾ. അതായത് ഞാനൊരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ്. പാർട്ടി എന്നെ മന്ത്രിയാക്കി ചുമതലപ്പെടുത്തി പറഞ്ഞു വിട്ടിട്ട് 5 വർഷം കയറി ചെല്ലുമ്പോൾ അല്ലെ 5 വർഷം കഴിഞ്ഞു വരുമ്പോൾ മുതലാളി രാജൻ എന്ന പേര് കേട്ടില്ലല്ലോ. കൂലിപ്പണിക്കാരനെ കുറിച്ച് ഈ പറയുന്നവരുടെ സങ്കല്പം എന്താണ്? കെ രാജൻ റവന്യൂ വകുപ്പ് മന്ത്രി. അതായത് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട എന്നെ മുതലാളി വർഗ്ഗങ്ങളുടെ അല്ല മുതലാളിയായിട്ടുള്ള ഒരു മന്ത്രി എന്നാരും പറഞ്ഞില്ലല്ലോ. എല്ലാവരും ഒരു തൊഴിലാളി എന്നല്ലേ പറഞ്ഞു. എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. വളരെ സൗമ്യമായിട്ടുള്ള രീതിയിൽ അന്നനാളം നിറയ്ക്കുന്ന രീതിയിൽ അല്ലെ അണ്ണാക്കിൽ കൊടുക്കുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ ചാണ്ടിയുമ്മൻ അടക്കമുള്ള കൊങ്ങികളുടെ, വലിയ കൊങ്ങികളുടെയും ചെറിയ കൊങ്ങികളുടെയും ഒക്കെ അണ്ണാക്കിൽ അമിട്ടിട്ട് പൊട്ടിച്ചുകൊണ്ടാണ് കെ രാജൻ മന്ത്രി ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അവന്മാർ വിചാരിച്ച അവന്മാർക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറയും, തിരിച്ചെന്തെങ്കിലുമൊക്കെ പറയാം, വലിയ വിവാദമാക്കാം, ഈ ടൗൺഷിപ്പ് പദ്ധതി അട്ടിമറിക്കാം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഇടതുപക്ഷത്തിലുള്ള പല ആളുകൾക്കും തലയിൽ തലച്ചോറുള്ളത് കൊണ്ടും ആൾതാമസം ഉള്ളതുകൊണ്ടും അവർ എവിടെ എന്തൊക്കെ പറയണം എന്നുള്ളത് നല്ല പൂർണ്ണമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ടും ആ രീതിയിൽ തന്നെയാണ് അവരൊക്കെ റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ചില വീഡിയോസ് ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഞാൻ ഇന്ന് കണ്ടത് കെ മുരളീധരൻ പറഞ്ഞൊരു കാര്യമാണ്. അതായത് വയനാട്ടിൽ കോൺഗ്രസ് നിർമ്മിക്കുന്നത് ചോരാത്ത കെട്ടിടം, സ്ഥലം രജിസ്റ്റർ ചെയ്ത് വാങ്ങിയിട്ടുണ്ട്, ഉടൻ വീട് പണി തുടങ്ങും, 100 വീടെന്ന വാഗ്ദാനം ഞങ്ങൾ പാലിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് വന്നിരിക്കുന്നത്. അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? കൊങ്ങികളുടെ അടിമയായിട്ടുള്ള റിപ്പോർട്ടർ ചാനലാണ്. ഈ റിപ്പോർട്ടർ ചാനലിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുള്ളൂ കേട്ടോ. അതായത് ഇങ്ങനെയുള്ള കുറേ പരാമർശങ്ങൾ, ഇങ്ങനെയുള്ള കുറേ കണ്ടുപിടുത്തങ്ങൾ, വിള്ളലുകൾക്കിടയിൽ കൂടി വെള്ളമിറങ്ങുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവർക്ക് മാത്രമേ കിട്ടുള്ളൂ. കാരണം ഇവരവർക്ക് വേണ്ടി പണിയെടുക്കുകയല്ലേ. പിന്നെ എങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ റിപ്പോർട്ടർ ചാനൽ വലിയ രീതിയിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ആളുകളാണെന്നാണ്? ഒരിക്കലുമല്ല. ഇവർ ഒരേ സമയം കമ്മികൾക്കൊപ്പവും അതേസമയം തന്നെ സംഘികൾക്കൊപ്പവും അതേസമയം തന്നെ കൊങ്ങികൾക്കൊപ്പവും ഒക്കെ മാറി മാറി നിൽക്കുന്ന ഈ ഡബിൾ ഫാദർ, അതിനേക്കാൾ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഡബിൾ ഫാദർ അല്ലെ മൾട്ടിപ്പിൾ ഫാദർ സിൻഡ്രം എന്നൊക്കെ ഉള്ളവരാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിലുള്ള ഓരോ അവതാരകരും പണിയെടുക്കുന്നത്. എന്നാൽ ഡോക്ടർ അരുൺകുമാർ വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. സ്മൃതി അടക്കമുള്ള എല്ലാ ആളുകളുടെയും അന്നനാളം നിറയ്ക്കുന്ന രീതിയിൽ തന്നെ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കണ്ട മുൻ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഒരു പരാമർശമുണ്ട്. ഞാനത് മാപ്രകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൊടുക്കുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു മറുപടി, അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. സർക്കാർ കൈമാറിയത് അതെ, അതിന്റെ പണി പോലും മുഴുവൻ പൂർത്തിയായിട്ടില്ലെങ്കിൽ എന്തിനാ ഇത്ര നേരത്തെ ഉദ്ഘാടനം ചെയ്തത്? മെല്ലെ ഉദ്ഘാടനം ചെയ്താൽ പോരെ എന്നാണ് ചോദ്യം. അതിപ്പോ തൽക്കാലം ഉദ്ഘാടനം ചെയ്യാതെ ഇതൊന്നും ചെയ്ത് നടന്നിട്ടില്ല എന്ന് വരുത്തിയിട്ടുള്ളതാണ് വലിയ ആവശ്യം. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉരുളക്കുപ്പേര് പോലെ മറുപടി. ഈ ഗവൺമെന്റ് കോടാനുകോടി മനുഷ്യരുടെ ആഗ്രഹാഭിലാഷങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് ഉറുപ്പിക വിരിച്ച് ഇത്തരം സംവിധാനങ്ങൾ ചെയ്തിരുന്നു എന്ന് ആളുകളെ അറിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചെയ്തത്. ആ വീടിന്റെ താക്കോലേൽപ്പിച്ച് താമസിക്കാൻ പോകുന്നത് ഇനിയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്കും എല്ലാ വർക്കും എൻ്റെ പൊന്നു മന്ത്രി അല്ലെങ്കിൽ CPI നേതാവായിട്ടുള്ള KE ഇസ്മായിൽ എന്ന് പറയുന്ന മുൻ റവന്യൂ മന്ത്രി, ഒരു ബിഗ് സല്യൂട്ട്. അതായത് ഈ പാപ്പരാസികളുടെ അണ്ണാക്കിലേക്ക് നിറയൊഴിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മറുപടി, ഇത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഇടതുപക്ഷം ചെയ്തത്. ആർക്കാണ് ബുദ്ധിമുട്ട്? ഇവിടെ ഒരു വീട് പണിയുണ്ട്, വീട് പണി ചെയ്ത ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്നൊരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുള്ളത് 4 പേരെ അറിയിക്കാൻ വേണ്ടി തന്നെ ഇടതുപക്ഷം ചെയ്തൊരു ഇനോഗ്രേഷൻ്റെ പരിപാടിയാണ്. എന്തിനാണ് ഇത്ര വിഷമം? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? മാപ്രകൾ ഇത്രയും ദിവസം എന്താണ് കൊട്ടിഘോഷിച്ചത്? ശരിക്കും ചോദ്യം ചോദിച്ച റിപ്പോർട്ട് ചാനലാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനത്തെ വൃത്തികെട്ട ചോദ്യങ്ങൾ അവന്മാർക്കേ കാണുള്ളൂ ചോദിക്കാൻ. എന്തെങ്കിലും ഒന്ന് വായിൽ നിന്ന് ഇട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എടുത്തുകൊണ്ട് കൊട്ടിഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ത്വര, അത് ഈ റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ നല്ലൊരു ചാനലാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ശരിക്കും വെനൻ TV എന്താണ് ഈ നാട്ടിൽ ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ വെനൻ TV എന്താണ് ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ചെയ്യുന്നത് പോലെ തന്നെ വർഗീയ വിഷം കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം പരാമർശങ്ങളുമായിട്ട് വരുന്നൊരു ടീമായിട്ട് തന്നെയാണ് ഈ റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള ആളുകളെ ഇപ്പം നമ്മൾ കാണേണ്ടത്.
അങ്ങനെയുള്ള ചാനലുകൾക്ക് മറുപടിയും മന്ത്രിമാർ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. പല സമയങ്ങളിലും പല സ്ഥലങ്ങളിൽ കൂടിയും ഒരുപാട് മന്ത്രിമാർ മറുപടി കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്നതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, അരുൺകുമാർ ഈ പറയുന്ന സ്മൃതീഷിന് കൊടുത്ത മറുപടിയൊക്കെ പറ്റി ഞാൻ പറഞ്ഞു. അതിൽ ഒരു വീഡിയോയിൽ അരുൺകുമാർ ഈ പറയുന്ന കെ രാജൻ എന്ന് പറയുന്ന മന്ത്രിയെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. മന്ത്രി രാജൻ ഇത് ചെയ്യേണ്ടിയിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. വൈകാരികമായി ഇടപെടേണ്ടിയിരുന്നു. വൈകാരികമായി ഇടപെടുക തന്നെ വേണം. കാര്യം വൈകാരികമായി ഓരോ ഘട്ടത്തിലും ഇടപെട്ടിട്ടുണ്ട് മന്ത്രി എന്ന നിലയിൽ. കാരണം ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഘട്ടങ്ങളിലും മിനിസ്റ്റർ കെ രാജനുമായി വ്യക്തിപരമായിട്ടും നമ്മുടെ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ടും ഒക്കെ ഇടപെടുന്ന സമയത്തും ആ മനുഷ്യൻ വൈകാരികമാകുന്നത് കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോ കൂലിപ്പണിക്കാരനെന്നും വാർക്കപ്പണിക്കാരനെന്നും പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ് കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കൂലിപ്പണിക്കാരനെന്നും ഈ വാർക്കപ്പണിക്കാരനെന്നും ഉള്ളത് മന്ത്രി കെ രാജന് കിട്ടുന്ന അഭിമാനപരമായിട്ടുള്ള പട്ടങ്ങളാണ് എന്നുള്ളതാണ്. നമ്മുടെ മന്ത്രിക്ക് അങ്ങനെ ചില പദവികൾ ഉള്ളത് നല്ലതാണ് എന്നുള്ളതാണ്. അദ്ദേഹം അവിടെ ചെയ്തതിനെ മന്ത്രി രാജൻ കണ്ടില്ലേ ഈ ഒരു വീഡിയോയിൽ അത് പറയുമ്പോൾ അതിന്റെ ചുവട്ടിൽ നിങ്ങൾ കാണുന്ന വീഡിയോയിൽ ആ ടൗൺഷിപ്പ് പദ്ധതി നടക്കുന്ന സമയത്ത്, അതിന്റെ ഇനോഗ്രേഷൻ നടക്കുന്ന സമയത്ത് കുറെ ആളുകൾ ഈ പറയുന്ന കെ രാജൻ മന്ത്രിയെ കെട്ടിപ്പിടിക്കുന്നതാണ്. ഒരു നല്ലൊരു മനുഷ്യനായതുകൊണ്ടല്ലേ അദ്ദേഹത്തിനെ ആ ആളുകൾ സ്വീകരിക്കുന്നത്, അല്ലെ ആ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഒരു നല്ലൊരു മനുഷ്യനല്ല, ജനങ്ങൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല, ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല, എന്തോ വലിയ പ്രഹസനങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് കാണിക്കുന്ന ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ആ ഒരു മനുഷ്യനെ ആരെങ്കിലും ഒന്ന് വാരിപ്പുണരുമായിരുന്നോ? ആ വീട്ടമ്മ സ്വന്തം മക്കളെ നഷ്ടപ്പെട്ട ആ ഒരു അമ്മ വന്ന് ആ മന്ത്രിയുടെ അടുത്ത് പറയുന്നുണ്ട്, ജയിച്ചു കഴിയുമ്പോൾ എൻ്റെ മക്കളെ കാണാനൊന്ന് വരണേ, അല്ലെ ജയിച്ചു കഴിയുമ്പോൾ ഒന്നുകൂടെ കാണാൻ വരണേ എന്നാ അമ്മ വിതുമ്പിക്കൊണ്ട് ആ മനുഷ്യന്റെ മുൻപിൽ നിന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു വിഷമം ആ അദ്ദേഹത്തിന്റെ മുഖത്ത് നിഴലിച്ച് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ആ വീഡിയോ കണ്ട നമ്മൾക്ക് എല്ലാവർക്കും തോന്നിയത് ആ രീതിയിലാണ്. എന്നാൽ കൊങ്ങികൾക്കും സംഘികളും ഇതിനകത്ത് ചില ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഈ കൊങ്ങികൾക്കാണ് ഏറ്റവും കൂടുതലും വിഷമം, അല്ലെ വ്യഗ്രത. എന്തിനാണ്? എങ്ങനെയെങ്കിലും ഈ ടൗൺഷിപ്പ് പദ്ധതി അട്ടിമറിക്കണം, എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തിനെ പറ്റി അപവാദവും അപരാധവും പറഞ്ഞുകൊണ്ട് ആ വയനാട്ടിലെ ആളുകൾക്കിടയിൽ തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കണം. അതായത് ഈ ഇടതുപക്ഷ സർക്കാരിനോട് വലിയ അനുഭൂതിയുള്ള ആളുകൾക്കിടയിൽ വലിയൊരു ക്ലാഷ് ഉണ്ടാകണം. അങ്ങനെ ക്ലാഷ് ഉണ്ടാക്കി ഇടതുപക്ഷം ഈ നാട്ടിലേ വേണ്ട എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പ്രചരിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് കണ്ടെത്തിയ മാർഗം വളരെ വൃത്തികെട്ട മാർഗമായി പോയി എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത്. അല്ലെ എനിക്ക് തോന്നുന്നത് മാത്രമല്ല, വളരെ വൃത്തികേടായിപ്പോയി. സ്വന്തം തന്തയെ മാറ്റി പറയുന്ന രീതിയിലേക്ക് നീയൊക്കെ മാറിപ്പോയി. അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു. എന്തായാലും ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ, അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾ കാണുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല, വയനാട്ടിലെ ജനങ്ങളും ആ പട്ടിണി പാവങ്ങളും ഇതെല്ലാം കാണുന്നുണ്ട്. അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ള, അവർക്ക് വേണ്ടി എന്നും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു പാർട്ടി തന്നെയാണ് നമ്മുടെ ഇടതുപക്ഷം എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. നല്ലത് കണ്ടാൽ ഞാൻ നല്ലതാണെന്ന് എപ്പോഴും പറയാം. അതൊരിക്കലും പാർട്ടി നോക്കിയിട്ടാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. അത് നല്ല മനുഷ്യന്മാരെ മാത്രം നോക്കിക്കൊണ്ടാണ് ആ ഒരു മനുഷ്യൻ അത് ഏത് പാർട്ടിയിൽ പെടുന്നതാണെന്നുള്ളത് എന്തായാലും ഒരു കാര്യം തന്നെയാണ്. അത് സംഘികളാണെങ്കിലും കമ്മികളാണെങ്കിലും കൊങ്ങികളാണെങ്കിലും നല്ലത് ചെയ്താൽ ഞാൻ നല്ലതെന്ന് തന്നെ പറയും. നല്ലതല്ല ചെയ്യുന്നതെങ്കിൽ തന്തയ്ക്ക് പ്രക്കാഴിയാണെന്ന് തന്നെ എടുത്തു പറയും. അപ്പോൾ അതുകൊണ്ട് എന്നെ ആരും കമ്മിയാക്കാനോ അല്ലെ സംഘിയാക്കാനോ അല്ലെ കൊങ്ങിയാക്കാനോ ഒന്നും ശ്രമിക്കരുതേ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഈ പറയുന്ന ഓരോ മറുപടികളും അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ പോസ്റ്റുകളിൽ കൂടി വരുന്ന മറുപടികളും ഈ കൊങ്ങിക്കുട്ടന്മാർക്കും സ്മൃതീഷൻ്റെ കൊങ്ങിണികൾക്കും എല്ലാവർക്കും ഒരു തിരിച്ചടിയും അവരുടെ എല്ലാവരുടെയും അന്നനാളത്തിലേക്ക് ഒരു ബോംബിടുന്നത് മാതിരിയുള്ള കാര്യങ്ങളുമാണെന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ ബൈ.